മാരത്തോൺ ഓടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് അട്ടപ്പാടിയിലോട്ട് വന്നിരിക്കുകയാണ്. പിന്നെ മാരത്തോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മാരത്തോൺ ഓവറോൾ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ഇവിടുത്തെ ഓർഗനൈസേഴ്സിനെയാണ്. കാരണം ഇവർ ഇതേപോലെ ഒരു റിമോട്ട് ഏരിയയിൽ ഇങ്ങനെ ഒരു ഇവന്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഇവന്റിനകത്ത് എനിക്കൊരു തേർഡ് പ്രൈസും അതുപോലെ എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ ഇവിടുത്തെ റൂട്ട് അടിപൊളിയായിരുന്നു, കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് റോഡായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഹെയർപിൻ പോലത്തെ വഴിയിലൂടെയൊക്കെ ഓടുന്നത്. ഹെയർപിന് മാത്രമല്ല, കുറേ വളവും തിരിവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഓടാൻ. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റൂട്ടൊക്കെ ഓടുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല പ്രൈസ് കിട്ടിയത്, എൻ്റെ കൂടെ വന്ന മണിക്കും പ്രൈസ് കിട്ടി. മണി ചെയ്ത് 10K ആണ്. 10Kയിൽ മണിക്ക് തേർഡ് പ്രൈസ് ആണ് കിട്ടിയത്. അതുപോലെ തന്നെ 10K കാറ്റഗറിയിൽ സുലൈമാൻ ബ്രോയ്ക്കും അതുപോലെ തന്നെ ഫാറൂഖ് ബ്രോയ്ക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു സജഷൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ പോയിന്റിനകത്ത് കുറച്ച് ആൾക്കാരെ കൂട്ടായിരുന്നു. ആൾക്കാർ വളരെ കുറവായിരുന്നു ഹൈഡ്രേഷൻ പോയിന്റിനകത്ത്. അതുപോലെ തന്നെ നമ്മൾ റണ്ണിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം എടുത്ത് തരുന്നുണ്ടായിരുന്നില്ല, നമ്മൾ വെള്ളം എടുക്കണമായിരുന്നു. ഇത് മാത്രമാണ് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഓവറോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത കൊല്ലം ഇതേപോലെ ഒരു ഇവന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേജ് ഫോളോ ചെയ്തൊരു പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.